നമസ്കാരം. വയാഗ്ര കഴിച്ചാൽ ലിംഗോദ്ധാരണം ഉണ്ടാവും എന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും ഇക്കാലത്ത് അറിയാം. പക്ഷെ അതല്ല ഇന്നത്തെ വിഷയം. ലിംഗത്തിന്റെ വലിപ്പം എങ്ങനെ വർദ്ധിപ്പിക്കണം എന്ന് കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ ആശങ്കപ്പെടുന്ന ഒരു വിഷയമാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആണുങ്ങൾ കേട്ടോ. പെണ്ണുങ്ങൾക്ക് ഇതൊരു വലിയ വിഷയമല്ല. പക്ഷെ ആണുങ്ങൾക്ക് ഈ ലിംഗത്തിന്റെ വലിപ്പം എപ്പോഴും ഒരു പ്രോബ്ലം തന്നെയാണ്. ഇൻഫാക്ട് ദക്ഷിണ ഏഷ്യൻ ചില രാജ്യങ്ങളിൽ അതൊരു സാമൂഹിക രോഗമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കോറോ സിൻഡ്രോം. നിങ്ങൾ എത്ര പേര് അത് കേട്ടിട്ട് കാണും എനിക്കറിയില്ല. ഒന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കോറോ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ദക്ഷിണ പൂർവ്വ ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ്. അവിടെ ആൾക്കാർ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ ലിംഗം അവരെ വയറിൻ്റെ അകത്തേക്ക് വലിഞ്ഞു പോകുന്നു എന്നും ഇനി വലിഞ്ഞു പോയി കഴിഞ്ഞാൽ അതോടെ അവരെ കാറ്റ് പോകും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതൊരു മാനസിക പ്രശ്നം. ആൻഡ് ഇറ്റ് ബിക്കംസ് എ പാൻഡമിക് എന്ന് വെച്ചാൽ എല്ലാവരും സമൂഹത്തിൻ്റെ പല തലങ്ങളിലും ഇത് വ്യാപിച്ച് ഒരു മാസ് ഹിസ്റ്റീരിയയ്ക്ക് കാരണമാവുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട് കോറോ സിൻഡ്രോം. കോറോ സിൻഡ്രോമിൻ്റെ അത്ര ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിലും ലിംഗത്തിൻ്റെ വലിപ്പത്തിന് വലിയ വലിയ പ്രാധാന്യമാണ്. എന്തോ ആന സൈസിലുള്ള സാധനം ഉണ്ടെങ്കിൽ എന്തോ വലിയ കാര്യമായിട്ട് കരുതുന്നവർ പലരും ഉണ്ട്. അതിനു വേണ്ടി ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ചികിത്സാ വിധികൾ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട് അല്ലേ. വളരെ വളരെ രഹസ്യമായിട്ട് ലിംഗത്തിൻ്റെ നീളം കൂട്ടിത്തരാം, അതിനുള്ള മരുന്ന്, രഹസ്യ മരുന്നുകൾ എന്നൊക്കെ പറഞ്ഞ്. ഇന്നിവിടെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, ഒളിമ്പിക്സിനെ പോലും മാറ്റിമറിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. വിന്റർ ഒളിമ്പിക്സ് ഇപ്പൊ നടക്കുന്നുണ്ട്. അതായത് ശീതകാല ഒളിമ്പിക്സ് എന്ന് പറയും അല്ലേ, അത് നടക്കുന്നുണ്ട്. ഈ ശീതകാല ഒളിമ്പിക്സിന്റെ ഒരു ഗ്ലാമർ ഇനമാണ് സ്കീയിങ്. സ്കീയിനെ കുറിച്ച് നമ്മൾ കേട്ട് കാണും, ചിലവരെ കണ്ടിട്ടുണ്ടാവാം, പക്ഷെ ചെയ്ത് കാണാൻ വഴിയില്ല. സ്കീയിങ് ഈ സ്നോ കളറിൽ വളരെ ഈ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന താഴ്വരകളിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വന്ന് വായുവിലൂടെ പറന്ന് വന്ന് ലാൻഡ് ചെയ്യും. അപ്പോൾ ഈ പറന്നു വരുന്നതിന് വേണ്ടി ശരീരത്തിൻ്റെ ഘടനയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ടത്രേ. അതിന് എയറോഡൈനാമിക്സ്, ഓഫ് കോഴ്സ് എയറോഡൈനാമിക്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ശരീരഘടനയിൽ ഇനി ശ്രദ്ധിച്ചോളൂ, ലിംഗത്തിൻ്റെ വലിപ്പത്തിനും ലിംഗത്തിൻ്റെ ദിശ, ഏത് ദിശയിലേക്കാണ് ഇത് നിൽക്കുന്നത് എന്നുള്ളതനുസരിച്ചും ഇവരെ സ്പീഡ് ക്രമീകരിക്കാൻ പറ്റും അത്ര വിന്റർ ഒളിമ്പിക്സിന്. അപ്പോൾ അവിടെ ഒളിമ്പിക്സിലൊക്കെ ഒരു സെക്കൻഡിൻ്റെ 100-1 അല്ലെങ്കിൽ 10-1 അംശത്തിനൊക്കെയാണ് ഓരോ മെഡൽ പലർക്കും നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ മെഡൽ ജയിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സംഭവം ഒരു സൈസിൻ്റെ അപ്പുറത്തേക്ക് ആക്കി കഴിഞ്ഞു, പിന്നെ ഒരു ദിക്കിലേക്ക് ചെരിച്ച് വെച്ചാൽ ഈ സ്കീയിങ്ങിൻ്റെ സ്പീഡ് കൂടുക. അത്ര സ്കീയിങ്ങിൻ്റെ സ്പീഡ് കൂടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ലൈംഗിക ബന്ധത്തിൻ്റെ സ്പീഡ് കൂടുമെന്ന് ചിലർ വിശ്വസിക്കാറുണ്ട്. സൈസ് കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസ് കൂടും എന്നാണ് പറയുന്നത്. സൈസ് മാറ്റേഴ്സ് എന്ന് വിശ്വസിക്കുന്നവർ പലരുമുണ്ട്. സൈസ് ഡസൻ മാറ്റർ എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാലും ഇത് വലിപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടി പല കലാപരിപാടികളും പലരും ചെയ്യാറുണ്ട്. അപ്പോൾ ചിലർ നേരത്തെ പറഞ്ഞ പോലെ വയാഗ്ര കഴിക്കും. വയാഗ്ര നിങ്ങളുടെ ലിംഗത്തിൻ്റെ അടിസ്ഥാന വലുപ്പത്തെ വർദ്ധിപ്പിക്കില്ല, ഓർമ്മ വെച്ചോളൂ. വയഗ്ര, അതായത് സിൽഡനാഫിൽ സിട്രേറ്റ്, വാർഡനാഫിൽ, ടഡലാഫിൽ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈംഗികമായ ഒരു ആസക്തി അല്ലെങ്കിൽ ലൈംഗികമായ ഒരു ഉത്തേജനം ഉണ്ടാവണേ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. നൈട്രിക് ഓക്സൈഡ് പാത്വേ എന്ന് പറയുന്നു ഇതിനെ. ഈ നൈട്രിക് ഓക്സൈഡ് പാത്വേയിലൂടെ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും, അപ്പോൾ ലിംഗത്തിൻ്റെ ആദ്യമുള്ള വലിപ്പം എന്താണോ ആ വലിപ്പം രക്തയോട്ടം കൂടുമ്പോൾ ഉദ്ധാരണം സംഭവിക്കുമ്പോൾ ആ വലിപ്പത്തിനേക്കാളും വലുതായിട്ട് തോന്നും. പക്ഷെ ആ ഉദ്ധരിക്കുന്ന സമയത്ത് മാത്രമേ അതുണ്ടാവുള്ളൂ. അടിസ്ഥാനപരമായിട്ട് ആ ലിംഗത്തിൻ്റെ വലിപ്പം എത്രയാണോ, അത് 2 ഇഞ്ചോ 4 ഇഞ്ചോ 5 ഇഞ്ചോ വാട്ടെവർ, ആ വലിപ്പം എന്താണോ ആ വലിപ്പത്തിന് ഒരു മാറ്റവും വരുന്നില്ല, ഓർമ്മ വയ്ക്കുക. അപ്പോൾ ആ വലിപ്പം അതേപോലെ നിലനിൽക്കും. എന്നാൽ ഈ വലിപ്പത്തിനെ കൂട്ടാൻ ഓരോരുത്തർ പരിപാടികൾ ചെയ്യുന്നുണ്ട് അത്രേ. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്ന പാരഫിൻ കുത്തിവെക്കുക എന്നുള്ളൊരു രീതിയാണ്. പിന്നെ ഹൈലിയൂറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വസ്തുണ്ട്. ഹൈലിയൂറോണിക് ആസിഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഒരു പക്ഷേ. ഈ സന്ധികളിൽ കുത്തിവെക്കുന്ന ഒരു മരുന്നാണ്. സന്ധിവേദനയ്ക്ക് വേണ്ടി
സന്ധികളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കപ്പെടുന്ന ഒരു സാധനമാണ് ഹൈലിയൂറോണിക് ആസിഡ്. പിന്നെ കോസ്മെറ്റിക് സർജൻസും അല്ലെങ്കിൽ കോസ്മെറ്റോളജിസ്റ്റും ഉപയോഗിക്കാറുണ്ടത്. ചില ക്രീംസിലൊക്കെ ലഭ്യമാണ് ഹൈലിയൂറോണിക് ആസിഡ്. ഈ ഹൈലിയൂറോണിക് ആസിഡ് ലിംഗത്തിൻ്റെ കൃത്യമായ ഓരോ ഭാഗങ്ങളിലേക്ക് കുത്തിവെക്കുന്നതിലൂടെ ലിംഗത്തിൻ്റെ വലിപ്പം കൂട്ടുന്നുണ്ട്. ആര്? ഈ വിന്റർ ഒളിമ്പിക്സിന് പങ്കെടുക്കുന്ന അത്ലീറ്റ്സ്, സ്കീയിങ്ങിനൊക്കെ പങ്കെടുക്കുന്ന അത്ലീറ്റ്സ്. കാരണം ഇതിൻ്റെ വലിപ്പം കൂട്ടാൻ വേണ്ടി അല്ലേ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന ഓരോ വൈകൃതങ്ങൾ അല്ലാണ്ട് എന്താ പറയുക ഇതിനെ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരിൽ ചിലർ ഇതൊക്കെ കണ്ടിട്ട് പാരഫിൻ കുത്തിവെക്കുന്ന ഒരു രീതി ഇപ്പോൾ കേട്ട് വരുന്നുണ്ട്. പാരഫിൻ കുത്തിവെക്കുന്നത് തികച്ചും അശാസ്ത്രീയവും മാത്രമല്ല, തികച്ചും അപകടകരവും ആണ്. പാരഫിൻ കുത്തിവെക്കുന്നത് ഒരു മെഡിക്കൽ സ്റ്റഡി, അതായത് ഒരു റിസർച്ച്, ഒരു റാൻഡമൈസ് കൺട്രോൾ ട്രയലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വസനീയമായ ഒരു ശാസ്ത്രത്തിൽ അധിഷ്ഠിതമല്ല, ഓർമ്മ വയ്ക്കുക. എന്നാൽ ഹൈലിയൂറോണിക് ആസിഡ് അങ്ങനെയല്ല. ഹൈലിയൂറോണിക് ആസിഡ് യൂറോളജിസ്റ്റ്സ് റെക്കമെൻഡ് ചെയ്യുന്ന, ചിലർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഈ പാരഫിൻ കുത്തിവെക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഇറിവേഴ്സിബിൾ ആണ്. അത് തെറ്റായ രീതിയിൽ, അതായത് ഡു ഇറ്റ് യുവർ സെൽഫ്, ഈ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് ആരെങ്കിലും പാരഫിൻ ഏതെങ്കിലും കടയിൽ നിന്ന് സംഘടിപ്പിച്ച് സ്വന്തം ലിംഗത്തിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് റിവേഴ്സ് ചെയ്യാൻ സാധ്യമല്ല. അതിൽ അപകടം വന്നു കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് ഇസ് പെർമനൻറ്റ്. പിന്നെ ആ ഫീമെയിൽ 22 കോട്ടയം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പീനക്ടമി എന്ന് പറഞ്ഞ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, അതുപോലെ ചെയ്യേണ്ടി വരാം. ഫാക്റ്റാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഈ അപകടങ്ങൾക്കൊന്നും ആരും വഴിവെച്ച് കൊടുക്കരുത് ദയവായി. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ബിക്കോസ് എന്നെ ഒരുപാട് പേര് സമീപിക്കാറുണ്ട്, ഉദ്ധാരണശേഷി കുറവായിട്ടാണ് വരുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ അവരെ അടിസ്ഥാന പ്രശ്നം ഉദ്ധാരണശേഷി കുറവിനേക്കാൾ അവർ വലിപ്പത്തെക്കുറിച്ചുള്ള ആശങ്കയാണ്. അപ്പോൾ വലിപ്പം ഒരു ഘടകമല്ല, അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, എത്ര വലിപ്പമുള്ള പെയിനീസ് ആണെങ്കിലും ശരി, അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഒരുങ്ങുന്നത്. അഫ്കോഴ്സ് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പലരും ഇതിൽ അഗ്രഗണ്യന്മാരായിരിക്കും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബട്ട് ലെറ്റ് മീ വാൺ യു, പാരഫിൻ സെൽഫ് ട്രീറ്റ്മെൻറ്റ് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. അത് ഒരു കാരണവശാലും ചെയ്യരുത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സിൽഡനാഫിൽ, ടെഡലാഫിൽ പോലെയുള്ള മരുന്നുകളൊന്നും നിങ്ങളുടെ അടിസ്ഥാനപരമായ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കിട്ടിയ ആ പെനീസിൻ്റെ ലെങ്ത്, അതിൻ്റെ വലിപ്പത്തിന് ഒരു കാരണവശാലും സ്വാധീനിക്കില്ല. ആകെ നിങ്ങൾക്ക് ഇറക്ഷൻസ് ഉള്ളപ്പം ഇറക്ഷൻ്റെ ലെങ്ത്, അതിൻ്റെ സൈസ്, അത് കുറേ നേരം കൂടി ഇറക്റ്റായിട്ട് വെക്കാൻ സഹായിക്കും. അതുപോലെ പ്രിമച്ചർ ഇജാക്കുലേഷൻ ഉള്ളവരിൽ നമ്മൾ ഇത് ഡാപ്പോക്സിറ്റിനായിട്ട് കമ്പൈൻ ചെയ്യാറുണ്ട്. ഡാപ്പോക്സിറ്റിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ആങ്സൈറ്റി കുറയാറുണ്ട്. അതുപോലെ ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ, ശീഘ്രസ്ഖലനം എന്ന് പറയില്ലേ, ശീഘ്രസ്ഖലനത്തിനുള്ള സാധ്യതയും കുറയും. അപ്പോൾ ആ രീതിയിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളതും എന്നാൽ ആരോട് ചോദിക്കും എന്നുള്ള ആശങ്കയുമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കമൻസിൽ അറിയിക്കുക. ഇൻഫാക്ട് കമൻസിൽ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ഉണ്ട്. യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് us on email and we are here to be with you. Bye bye. Thanks for watching.